പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു നൈറ്റിയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഞാൻ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇത് 11 ഇഞ്ച് നീളത്തിലാണ് ഈ ക്യാൻവാസ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്ത് അകലം നോക്കാം. കഴുത്ത് അകലം ഞാൻ 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇറക്കം എടുത്തിരിക്കുന്നത് 5 ഇഞ്ചാണ്. ഇവിടെയും 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു യു ആകൃതിയിലൊന്ന് വരച്ചു കൊടുക്കാം. ഇനി മുകളിൽ ഒരു 1/4 ഇഞ്ച് അടയാളം ചെയ്ത് കൊടുക്കാം. നമുക്ക് തയ്യൽ തുമ്പ് ഇടാനാണ്. പിന്നെ ഇതുപോലെ ഒരു ചെറിയ വള എടുക്കുക. ആ അടയാളം ചെയ്തതിൻ്റെ താഴ്ഭാഗത്തേക്ക് വെച്ച് വളയുടെ നടുക്ക് അപ്പുറവും ഇപ്പുറമായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. അങ്ങനെ താഴെ വരെ ഇത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ കഴുത്ത് കുഴിച്ച് വെട്ടിയ ഭാഗത്താണ് ഇത് ചേർത്ത് വെക്കേണ്ടുന്നത്. മൂന്ന് വട്ടം ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം താഴോട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ പശയുള്ള ഭാഗം നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് ഒന്ന് ഇസ്തിരി ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിതങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ വേറൊരു തുണിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് ഇതിൻ്റെ അടുക്കി വെച്ചിട്ട് ഇതൊന്ന് അടിച്ചു കൊടുക്കാം. ഇത് തെന്നി പോകാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇത് ഇത് ഞാനിപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിയിലുള്ള ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ബാക്കി തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം. കഴുത്തിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കത് തിരിച്ചിട്ടിട്ട് ഒന്ന് ഇസ്തിരി ഇട്ടെടുക്കാം. ഇപ്പം ഞാനിങ്ങനെ ഇസ്തിരി ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് നൈറ്റി തുണിയാണിത്. ഈ തുണി നമുക്ക് ഇതിൻ്റെ നടുക്ക് ഭാഗം ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കഴുത്ത് തയ്ച്ചെടുത്ത തുണി നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഇത് ഒന്ന് അളന്ന് കൊടുക്കാം. ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. രണ്ട് തുണിയും കൂടെ ചേർത്ത് വെച്ചിട്ട്
നമുക്ക് ഈ തുണി നൈറ്റിക്കകത്തോട്ട് വെച്ചിട്ട് തയ്ക്കാനുള്ളതാണ്. എന്നിട്ട് ഇതിൻ്റെ അകവശത്ത് ഇതുപോലെ അടയാളം ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്ച്ച് വെച്ച കഴുത്ത് ഇതിനകത്ത് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് തയ്ച്ചെടുക്കാം. കഴുത്ത് ഭാഗം തയ്ച്ചെടുക്കാം. എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കണം. ഈ കഴുത്തിൻ്റെ ഭാഗത്തുള്ള തുണിയും കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ അരികും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അരികിൽ കൂടെ അടിച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കഴുത്തിൻ്റെ ഭാഗവും അതിൻ്റെ ഈ സൈഡിലുള്ള ഭാഗവും ഞാൻ പൈപ്പിംഗ് ത്രെഡ് വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇത് തയ്ച്ചിങ്ങനെ വരുമ്പോൾ ഈ മൂലഭാഗം വരുമ്പോൾ ഈ പൈപ്പിംഗ് ത്രെഡിൻ്റെ ഈ സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കണം. അപ്പം നമുക്കിത് നല്ലതുപോലെ ഇത് തയ്ച്ചെടുക്കാൻ പറ്റും. എന്നിട്ടിത് ഒരു 2 തയ്യൽ ഞാൻ ഇതുപോലെ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ ഭാഗവും ഈ സൈഡ് ഞാനിങ്ങനെ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ. ഇതിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. ഞാൻ ഇതിൻ്റെ നടുക്ക് ഒരു ബട്ടൺസും കൂടെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് വശവും പിന്നെ ഇതുപോലെ കൈയും നമുക്ക് ഇതുപോലെ വെച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇത് ഏത് പ്രായക്കാർക്കും ഇടാൻ പറ്റിയ ഒരു നൈറ്റിയാണ്. ഇപ്പം ഞാനിതിൻ്റെ കൈയും ബാക്കും ഒക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
താങ്ക് യു ഫോർ വാച്ചിങ്.